ഗൈസ് അങ്ങനെ ഉച്ചയ്ക്ക് കറിയെ വെക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ രാവിലെ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം പച്ചക്കറി മേടിച്ചുകൊണ്ട് വെച്ചപ്പോൾ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിന് കുറച്ച് കഷ്ണമെല്ലാം എടുത്ത് ഞാനെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് അടപ്പത്ത് വെച്ചിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തെല്ലാം അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണം വേകുമ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയും തിരുമി കൊച്ചുള്ളിയും ജീരകം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെല്ലാം അരച്ച് വെച്ചു. പിന്നെ ഇച്ചിരി പിഴുപുളി കൂടി ചേർത്തു. പിഴുപുളി ചേർത്തെങ്കിലേ നമ്മുടെ കറിക്ക് പുളി വരത്തുള്ളൂ, തക്കാളി മാത്രം ഇട്ടുകൊണ്ട് ഒക്കത്തില്ല. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ വെന്തു. അതിലേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ അതെല്ലാം ഇളക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറി വേണ്ടേ, അതിന് വേണ്ടി ഇച്ചിരി രസം കൂടി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കൂർക്ക കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കൂർക്ക എടുത്തു മെഴുക്കും പുരട്ടി എല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരെയാണെന്നറിയാവോ? മീൻകാരനെ. അപ്പം മീൻകാരൻ വരുന്നത് നോക്കിയിരുന്നു. അങ്ങനെ മീനും വണ്ടി എത്തി. അങ്ങനെ കൊച്ചുമീനായിരുന്നു, അയില, മത്തി, കോരയുടെ കുഞ്ഞൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അയിലയും മേടിച്ചു, മത്തിയും മേടിച്ചു. അങ്ങനെ അയില എടുത്ത് വറക്കാൻ വെച്ചു, മത്തി എടുത്ത് മുളക് കറി വെച്ചു. അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഒന്ന് സെറ്റായി വന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചോറ് വിളമ്പാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറൊക്കെ വിളമ്പി അവിയലും മെഴുക്ക് പുരട്ടി, നാരങ്ങ അച്ചാർ, മീൻ കറി, രസം, അങ്ങനെ എല്ലാം കൂടി എല്ലാം വിളമ്പി ഇനി അത് കഴിക്കണം. ഇപ്പം എന്ന് വെച്ചാൽ മീനൊക്കെ എന്ന് പറഞ്ഞാൽ മത്തി അയിലയും മാത്രമേ ഉള്ളൂ ദിവസവും. എന്നും കിട്ടുന്ന മീൻ അതാണ്. വേറെ ഒരു മീനും ഇപ്പോൾ ഇല്ല, നല്ല മീനൊന്നും. അങ്ങനെ അതുകൊണ്ട് ദിവസവും മത്തി അയിലയാണ്. അങ്ങനെ മത്തി അയിലയും കണ്ട് കണ്ട് പിള്ളേരും അങ്ങ് വെറുത്തു. എപ്പോഴും അവർ ചോദിക്കും ഈ രണ്ട് മീനേ ഉള്ളൂ എന്ന്. അങ്ങനെ ഇന്നും അത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ക്രിസ്തുമസൊക്കെ അല്ലേ, പിള്ളേർ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുക. അപ്പോൾ അവർക്ക് നല്ലൊരു കറിയൊക്കെ വെച്ച് കൊടുക്കാൻ കരുതിയാണ് ഇന്നങ്ങ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോൾ ദിവസവും തോരന്, ചമ്മന്തി, മെഴുക്ക് പുരട്ടി ഇതൊക്കെ ആയിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന 10 ദിവസം നമുക്ക് ഇച്ചിരി കറികളൊക്കെ ഉണ്ടാക്കി ചോറുണ്ണാവല്ലോ എന്ന് കരുതി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.